എപ്പോഴും മാഡത്തിൻ്റെ 2 കാര്യങ്ങൾ എപ്പോഴും എൻ്റെ ചെവിയിൽ എപ്പോഴും വരും. നോളജ് എന്ന് പറയുന്ന വിസ്ഡം ആണ്, അല്ലാതെ അത് മണി ഫോക്കസ്ഡ് അല്ല. ആൻഡ് ഏറ്റവും വലിയ കാര്യം, ഈ ഒരു 6 months വല്ലാത്തൊരു ഹാർഡ്ഷിപ്പ് ജേർണി ആയിരുന്നു. നമുക്ക് മാത്രമല്ല, മാമിനും അതുപോലെ തന്നെ ആയിരുന്നു. ആൻഡ് ഈ ജേർണിയിൽ എനിക്ക് മനസ്സിലായി ഇനി എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ പുള്ളിക്കാരത്തിൽ നിന്ന് വരാനുണ്ട്. പുതിയ വലിയ വലിയ ഇൻവെൻഷൻസ് ആൻഡ് ഒരുപാട് കാര്യങ്ങൾ പുറം ലോകം വന്നിട്ട് മാത്രമേ ബാക്കി ലെഗസി ക്രിയേറ്റ് ചെയ്തിരിക്കും എന്നത് എനിക്ക് 100% ഉറപ്പാണ്. 5 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ വ്യക്തിയാണ് നമ്മളെ പഠിപ്പിച്ചതെന്ന് കുറച്ചും കൂടി അഭിമാനത്തോടെ പറയാൻ പറ്റും. ദെൻ ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ കാലിന് ഈ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ചില എൻ്റെ ബന്ധുക്കളിൽ തന്നെ കുറച്ച് പേര് എന്നെ പേഴ്സണലി പറഞ്ഞാൽ എന്നെ കല്യാണത്തിനോ വിവാഹ ഫംഗ്ഷൻസിനോ ഒന്നും വിളിക്കത്തില്ലായിരുന്നു. അവിടെ നിന്ന് ഇന്ന് ഞാനൊരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു ഗൈസ്. ഇപ്പോൾ ആരും എന്നെ വിളിച്ചില്ലെങ്കിൽ എനിക്ക് ഒരു പ്രശ്നമില്ല, അവിടെ പോകാൻ സമയം വേണ്ടേ, എന്നാലല്ലേ പോകാൻ പറ്റൂ. അപ്പോൾ ആ ഒരു റേഞ്ചിലോട്ട് മാറി. വളരെ വളരെ സന്തോഷം. എപ്പോഴും മാമിന് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എനിക്ക് മാം ലൈവായിട്ട് നിൽക്കണം. അത് എൻ്റെ കൂടെ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ബാധിക്കുന്നെന്ന് എനിക്ക് പേഴ്സണലി മനസ്സിലായി. ആൻഡ് ഈച്ച് ആൻഡ് എവറി വൺ എന്നെ ഒരുപാട് പേര് സഹിച്ചതിന് നന്ദി. ഞാൻ എല്ലാവർക്കും AP ലിസ്റ്റ് ഇട്ട് തന്നിട്ടില്ലെന്ന് എനിക്കറിയാം. സദയം ക്ഷമിക്കുക. ഡിസേർവിറ്റി ഉണ്ടെങ്കിൽ എല്ലാവർക്കും കിട്ടും. താങ്ക് യു സോ മച്ച്.